ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോ തന്നെ മോർണിംഗ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് ഞാൻ ചിന്തിച്ചു. എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്, അറിയാം ഒന്നും പെർഫെക്റ്റ് ആവില്ല. ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് എല്ലാവരും സഹകരിക്കണം. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. പീസ് ഔട്ട്. ഞാൻ എന്നിട്ടിപ്പം എൻ്റെ പ്രഭാത കൃത്യത്തിലോട്ട് ഞാൻ കിടക്കട്ടെ. ഓക്കെ ഗായ്സ്, വന്ന ഉടനെ വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാൻ വെച്ചു. ഹെവി കിടക്കട്ടെ, ഇനി അത് സെറ്റ് ആയിക്കോളും. അടുത്തത് പല്ലൊക്കെ നിങ്ങൾക്കറിയാം, ഇത് ഭയങ്കര നല്ല സാധനമാണ്, യൂസ്ഫുള്ളാണ്. എന്ന് വെച്ചാൽ ഈ ഇൻസെക്ട്സ് പാറ്റകളൊന്നും വരാതിരിക്കാൻ നല്ല ക്ലോസ് ആയിട്ടിരിക്കും. ഇത് തുറക്കാൻ നിൽക്കണ്ട, സേഫായിട്ട് ഇരുന്നോളൂ. ഞാൻ പല്ല് വെച്ചിട്ട് വരാവേ. ഹലോ, ഇതുണ്ടോ, ഇതാണ് എൻ്റെ ഫേസ് വാഷ്. എൻ്റെ ഒരു സെൻസിറ്റീവ് സ്കിന്നാണ്, അതുകൊണ്ട് നല്ല ലൈറ്റായിട്ടുള്ള ഇതാണ്. സെറ്റഫിലിനെ ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ പല്ല് തേച്ചു, ഫേസ് കഴുകി. ഇനി ഞാൻ സ്കിൻ കെയറിന് എനിക്കിവിടെ ഒരു ബാഗുണ്ട്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ. പ്ലസ് ഇതുണ്ട്. പിന്നെ ഇതാണ് എൻ്റെ മോയ്സ്ചറൈസർ, നമ്മുടെ മിനിമലിസ്റ്റിൻ്റെ ഇത്. പിന്നെ ഇതെൻ്റെ സ്കിൻ കെയറിൻ്റെ ബോക്സ് ആട്ടോ. ഇതിവിടുത്തെ ഒരു ദുബായിൽ കിട്ടുന്നതാണ്. നല്ല അടിപൊളി നോ സ്ട്രിപ്സ്, അടിപൊളിയായിട്ട് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ സൂപ്പറായിട്ട് പോകും. സൂപ്പർ സാധനം കേട്ടോ ഇത്. എനിക്ക് 6 or 7 റൂംസൊക്കെ ഉള്ളൂ. 10 എണ്ണം ഉണ്ട് ഇതിനകത്ത്. അടിപൊളി സാധനമാണ്, സൂപ്പറായിട്ട് പോവും. പിന്നെ ഇതാണ് എൻ്റെ വിറ്റാമിൻ സി, മിനിമലിസ്റ്റിൻ്റെ വിറ്റാമിൻ സി സിറം. ഇത് രാവിലെ, വിറ്റാമിൻ സി എപ്പോഴും നമ്മൾ രാവിലെ ഇടാവുള്ളൂ. ഇത് ഡെർമോക്കയുടെ സാലിസിലിക് ആസിഡ്, ഇത് നൈറ്റിലേ ഇടും. പിന്നെ എൻ്റെ കയ്യിൽ ഒരു ഇതുമുണ്ട്, നിയാസിനിമേടെ, തീർന്നു, ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഇത് നൈറ്റിലിടും. അതുപോലെ തന്നെ ഇതിൻ്റെ തന്നെ നമ്മുടെ കോജിക് നൈറ്റ് ക്രീമിൻ്റെ കോജിക് ആസിഡ് ക്രീം എടുത്ത് നൈറ്റ് ക്രീമിൻ്റെ അങ്ങനെ. പിന്നെ ഇതെല്ലാം എൻ്റെ സ്കിൻ കെയർ ആട്ടോ. ഇത് വിഷ് കെയറിൻ്റെ ഹെയർ സിറം. കുളിച്ച് കഴിയുമ്പോൾ നൈറ്റിൽ ഇടും, പിന്നെ രാത്രി കിടക്കുമ്പോഴും ഇടും. അങ്ങനത്തെ ഐറ്റംസ് ഓക്കെ. അന്നേരം എൻ്റെ സ്കിൻ കെയർ, മോർണിംഗ് സ്കിൻ കെയർ എല്ലാം കഴിഞ്ഞിട്ട് വരാം. ഓക്കെ, ബൈ ബൈ. ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റോട് എടുക്കാം. ഓക്കെ, എല്ലാം റെഡിയാക്കിയിട്ട് വരാം കേട്ടോ. കണ്ടോ ഗൈസ്, ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. പൂരി, മട്ടർ പനീർ മസാല, ഫിഷ്, എഗ്ഗ്. ഞാൻ എല്ലാ ദിവസവും ഓരോ എഗ്ഗ് വെച്ച് കഴിക്കും. അതുപോലെ ഇത് ഇന്ന് ഫിഷ് കറിയുടെ ഫിഷാണ്. ഞാനിപ്പം ഓവണിൽ വെക്കാൻ പോവാണ് ഗൈസ്. വരാം. അത് ഫുഡ് ഓവണിലാവും. അതാകുന്ന സമയം നമുക്ക് ഓറഞ്ച് കഴിക്കാം. എപ്പോഴും നമ്മളൊരു ദിവസം ഒരു 1 or 2 ഓറഞ്ചസ് നമ്മൾ കഴിക്കണം. അതുകൊണ്ട് ഒരു ഓറഞ്ച് കഴിക്കുന്നുണ്ടോ, സ്മോൾ. എനിക്ക് വലിയ ഓറഞ്ചിനെക്കാളും കുഞ്ഞ് ഓറഞ്ചാണ് ഇഷ്ടം. നല്ല സ്വീറ്റായിരിക്കും, അതിൻ്റെ ഒരു പുളിപ്പും മധുരം എല്ലാം കാണും. ഒരു ഓറഞ്ച് കണ്ടോ, ഓറഞ്ചിൻ്റെ തൊലി കളഞ്ഞ് ഇത് ഒറ്റ വായിക്കിടാന്നേ ഉള്ളൂ ഇത്. പിന്നെ യൂട്യൂബൊക്കെ അല്ലേ, അടിപൊളി. സീഡില്ല കേട്ടോ, ഇതിനൊന്നും ഒട്ടും സീഡില്ല. നല്ല മധുരവും പുളിയുണ്ട്. കണ്ട ഗൈസ്, ഓറഞ്ച് കഴിച്ച ടൈമോട് നമ്മുടെ പൂരി ഉണ്ടോ, മീൻകറിയുടെ മീൻ. അത് വരുന്നത് കണ്ടോ, മീൻകറിയുടെ മീൻ. ഇത് പനീർ ബട്ടർ മസാല. ഇത്രയാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. 4 പൂരി ഉണ്ട് കേട്ടോ, 4 പൂരി ഉണ്ട്. എനിക്ക് മുട്ട ഇമ്പോർട്ടൻ്റ് ആണ്. ഡെയിലി ഞാൻ 1 or 2 മുട്ട കഴിക്കും. ഇത് ഇന്നലത്തെ മീൻകറിയുടെ മീനാണ്. എനിക്ക് പ്രോട്ടീൻ മുഖ്യം പിക്കില്ലേ, പ്രോട്ടീൻ എനിക്ക് ഭയങ്കര അത്യാവശ്യമാണ്. ഇതും പ്രോട്ടീൻ, മീനും പ്രോട്ടീൻ. പിന്നെ ഞാൻ കഴിക്കുന്നത് എൻ്റെ ബെഡിലിരുന്ന്. എനിക്ക് ടേബിളിൽ ഇരുന്നുള്ള കഴിപ്പ് അത്രയും ഫോർമലിൽ വേണ്ടല്ലോ. ഞാനായിട്ടിരുന്നപ്പോൾ ഇതിലും എന്തിനാണ് ഞാൻ അഭിനയിക്കേണ്ട ആവശ്യം? അതുകൊണ്ട് ഞാൻ കഴിച്ചിട്ട് വരാം. ഗൈസ്, ഇനി കുറച്ച് മധുരം ആയാലോ. കഴിച്ചു കഴിഞ്ഞു. എനിക്ക് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടം. ഇതേതാ, ബിസ് ക്രീം എക്സ്ട്രാ. എനിക്ക് ചോക്കോ
ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ ഏറ്റവും വലിയ ഇഷ്ടം. അത് ചോക്ലേറ്റ് ആണെങ്കിലും ഐസ്ക്രീം ആണെങ്കിലും കേക്ക് ആണെങ്കിലും ഏതാണേലും ചോക്ലേറ്റാണ്. ഇത് കണ്ടോ, എനിക്ക് ചോക്ലേറ്റിൻ്റെ ഭയങ്കര ഇഷ്ടം. കുറച്ച് മധുരം കഴിക്കാം അല്ലേ. നാട്ടിൽ കിട്ടുമോയെന്ന് അറിയില്ല. ഇത് ദുബായിൽ കിട്ടുന്നു, നാട്ടിൽ കിട്ടുമോ ചോക്ലേറ്റ് ഇരിക്കുന്നത്. അടിപൊളി. ഞാൻ എന്തിനും കഴിച്ചിട്ട് തരാവേ. ഉറങ്ങി എഴുന്നേറ്റപ്പോൾ സമയം കണ്ടോ, ദുബായിൽ 2:30 ഉച്ചയ്ക്ക് കഴിച്ചു പോലും ഇല്ല. ഗായ്സ്, താങ്ക് യു. മോർണിംഗ് ഡേ ഇൻ മൈ ലൈഫ്. രാവിലെ എന്തൊക്കെ നടന്നെന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞല്ലോ. ഇന്ന് ഞാൻ പോയി ലഞ്ച് ഉണ്ടാക്കട്ടെ. ബൈ.